ഇന്ന് വന്നിട്ട് എൻ്റെ ഒരു സ്പെഷ്യൽ ഡേ വ്ളോഗാണ്. എൻ്റെ ബർത്ത്ഡേ ആണ്. യെസ് ഐ എം ഗൈസ്. എനിക്ക് വയസ്സായിരിക്കുന്നു, 26 ഇയേഴ്സ് ഓൾഡ് ആയിരിക്കുന്നു ഞാൻ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു സങ്കടം ഉണ്ട് ഉള്ളിൽ. എന്നാൽ പോലും ഭയങ്കര സന്തോഷമാണ്. എനിക്ക് എൻ്റെ ബർത്ത്ഡേ ആരും സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും എനിക്ക് എന്നെ തന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊരു ദിവസം വെറുതെ ഇരിക്കുക എന്നുള്ളത് വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. ഞാൻ എന്നെ തന്നെ എനിക്ക് കഴിയും പോലെ എന്നെ തന്നെ സന്തോഷിപ്പിക്കാൻ ഞാൻ തന്നെ നല്ല എഫേർട്ട് ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ എന്തൊക്കെയായാലും ഞാൻ ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിട്ട് ഞാൻ പുറത്ത് പോകാനായിട്ട് പോവാണ്. ഒന്ന് കാലിക്കറ്റ് പോവുക. 1-2 കാര്യങ്ങൾ ഇന്ന് എനിക്ക് ചെയ്യാനുണ്ട്. ഒരുപാട് നാളത്തിൻ്റെ ഒരു ആഗ്രഹമാണ്. കുട്ടി കുട്ടി കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് ഈ വ്ളോഗിൽ കാണാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പോവാം. ഞാൻ വേഗം റെഡി ആവട്ടെ. ഇപ്പോൾ ദേ കുളിച്ച് നിൽക്കുകയാണ്. തല നനച്ചില്ല ഗൈസ്. ഭയങ്കര മഴ ആയത് കാരണം ഉണങ്ങാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാവും. അപ്പോൾ ഞാൻ വേഗം തന്നെ ഡ്രസ്സ് ചെയ്യട്ടെ കേട്ടോ. ഡ്രസ്സ് ചെയ്തിട്ട് കാണാം. ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രസ്സ് വന്നിട്ടുള്ളത്. ഇതാണ് ഞാൻ ഇടുന്നത്. ഇത് കുറച്ച് മുന്നേ വാങ്ങിയാണ്. ബർത്ത്ഡേൻ്റെ ഡ്രസ്സായിട്ടൊന്നുമല്ല, എന്നാലും ഇതുവരെ ഇട്ടിട്ടില്ല. സോ ഇതാണ് ഞാൻ ഇടാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനി ഞാൻ വേഗം റെഡി ആവട്ടെ, അല്ലെങ്കിൽ പപ്പുവിൻ്റെ കയ്യിൽ നിന്ന് വെള്ളം കേൾക്കും. കാരണം ഞാൻ നല്ല ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വേഗം റെഡി ആവട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങൾ കരുതും ഈ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞാൻ പോകുന്നതെന്ന്. അല്ല കേട്ടോ. മെയ് 28-നായിരുന്നു എൻ്റെ ബർത്ത്ഡേ. മെയ് 27-ന് ഞാനൊരു കുട്ടി ഫോട്ടോ ഷൂട്ട് ഉണ്ടായിരുന്നു. ഒരു ബർത്ത്ഡേ ഷൂട്ട് കേട്ടോ. വീട്ടിൽ തന്നെ നമ്മൾ ഫോണൊക്കെ വെച്ച് ഷൂട്ട് ചെയ്ത് തന്നെയാണ്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, ബർത്ത്ഡേക്കൊരു ബർത്ത്ഡേ ഷൂട്ട് വേണമെന്നൊക്കെ. സോ നമ്മൾ വീട്ടിൽ തന്നെ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ പെട്ടെന്ന് എനിക്കുണ്ടായ ഒരു ആലോചനയാണ് കേട്ടോ, ഈ ഒരു ഡെക്കോറൊക്കെ ചെയ്യാന്നുള്ളത്. വീട്ടിൽ തന്നെയുള്ള അല്ലറച്ചില്ലറ എൻ്റെ സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഞാൻ തന്നെ ഒരു ഇൻട്രസ്റ്റി ആയിട്ടുള്ള ഒരു ഡെക്കോറൊക്കെ ചെയ്തതാണ്. ഇഷ്ടമായോ എന്ന് പറയാം. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഇപ്പോൾ മഴക്കാലമായ സ്ഥിതിക്ക് വീട്ടിൻ്റെ അകത്ത് ഫുള്ള് ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ നമ്മളത് ആ ക്യാൻഡിൽസും കാര്യങ്ങളൊക്കെ സെറ്റാക്കി. പിന്നെ ഒരു കുട്ടി കേക്ക് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ കാണുന്ന എത്ര പേർക്ക് അറിയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മേ ബി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അറിയുന്നുണ്ടായിരിക്കും. ഞാനൊരു ഹോം ബേക്കറാണ്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഹോം ബേക്കറുടെ ബർത്ത്ഡേ കേക്കാണ് കേട്ടോ. എനിക്ക് ഭയങ്കര മടിയാണ് കേക്ക് ഉണ്ടാക്കാനായിട്ട്. ഓർഡർ ഇല്ലാണ്ട് എനിക്കായിട്ട് ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ്. സോ ഞാൻ തൽക്കാലം ഒന്ന് വാങ്ങിയതാണ് കേട്ടോ. പ്രത്യേകിച്ച് എനിക്ക് ഉണ്ടാക്കാനായിട്ടുള്ളൊരു ടൈമും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനും ഏട്ടനും അപ്പും അമേലിയ പൊന്നും എല്ലാവരും ഉണ്ടായിരുന്നു. കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. അടിപൊളി ഫോട്ടോസൊക്കെ കിട്ടി. ഞാൻ വിചാരിച്ച പോലെ അല്ലെങ്കിൽ അതിനേക്കാളും ബെറ്റർ ആയിട്ട് കിട്ടിയിട്ടോ. ഞാൻ ചോക്കോ ട്രഫിൾ ആ കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ ഉള്ളതുകൊണ്ട് ഓണം പോലെ എല്ലാവരും കഴിച്ചു. കൂടെ ഞാൻ അമേലിയനും കൂടെ കൂട്ടിയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തിട്ടോ. അവൾക്കും കേക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല യമ്മിയായിരുന്നു. ഫോട്ടോസൊക്കെ എടുത്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് തരികയാണ് കേട്ടോ. 1-2 ആക്സസറീസ് കൂടെ വെക്കാനുള്ളത് ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. വൈൻ ഗ്ലാസും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ടായിരുന്നു. ഒക്കെ ഞാൻ മറന്നു പോയിട്ടോ. ലൈറ്റ്സ് പിന്നെ കംപ്ലൈൻ്റ് ആയിരുന്നു. അങ്ങനെ എന്തൊക്കെയായാലും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വീട്ടിലുള്ള ഐറ്റംസൊക്കെ വെച്ച് നിങ്ങൾക്ക് ഇതുപോലെ അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റൂ കേട്ടോ. ഫോട്ടോസ് വേണമെങ്കിൽ ഞാൻ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. ബാക്ക് ടു നമ്മുടെ മെയ് 28 എൻ്റെ ബർത്ത്ഡേ ഡേയിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ മേക്കപ്പൊക്കെ ഇടുകയാണ് കേട്ടോ. പുറത്ത് പോകാനുണ്ട്. ഞാൻ പറഞ്ഞ പോലെ 2 കാര്യങ്ങളാണ് എനിക്ക് മെയിനായിട്ട് ചെയ്യാനുള്ളത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ നല്ലൊരു അടിപൊളി ഗ്ലോവി ആയിട്ടുള്ളൊരു പിങ്കി ആയിട്ടുള്ളൊരു മേക്കപ്പാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ബ്ലഷൊക്കെ അത്യാവശ്യം ഞാൻ വാരിക്കോരി ഇട്ടിരുന്നുണ്ട്. അപ്പം ഞാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മഴയുണ്ട്. മഴ പെയ്യുന്നു പോകുന്നു. ഒരുമാതിരി സ്വിച്ച് ഓൺ ചെയ്ത് ഓഫ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ. ഷവർ നമ്മൾ ചെയ്യുന്ന മാതിരി. അപ്പോൾ എങ്ങനെയാവും ഈ കോലത്തിൽ തന്നെ അവിടെ എത്തുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഞാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്ന കാലിക്കറ്റാണ്. ഞങ്ങൾ പൊതുവെ അങ്ങനെ ഇപ്പോൾ കാലിക്കറ്റ് പോയിട്ട് എനിക്ക് തോന്നുന്നു കുറച്ചായി. അപ്പോൾ ജസ്റ്റ് ഒരു കഫേയിലോ റെസ്റ്റോറൻറ്റോ എന്തെങ്കിലും ഒന്ന് കയറണം. ഫുഡ് എന്തെങ്കിലും പുറത്തുനിന്ന് കഴിക്കണം. പിന്നെ 2 സർപ്രൈസസ് ഉണ്ട് ഗൈസ്. നടക്കും തോന്നുന്നു. അതിലൊരു കാര്യം ചെയ്യാൻ എനിക്ക് നല്ല പേടിയുണ്ട്. എന്നാലും എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ ചെയ്യാണ്. ഈ ഒരു ഡ്രസ്സ് വന്നിട്ട് ആദ്യം എനിക്ക് വലിയ ലൈക്കായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഫുൾ കംപ്ലീറ്റ് ഡ്രസ്സപ്പൊക്കെ ചെയ്ത് വന്നപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. കാരണം ഇങ്ങനത്തെ ടോപ്പ് ഞാൻ അധികം വാങ്ങാറില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടമായില്ലെന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ വീണ്ടും ഞാൻ പോസ്റ്റായി ഗൈസ്. നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു പ്രോബ്ലം. അപ്പോൾ വർക്ക്ഷോപ്പിൽ കാണിക്കാനായിട്ട് പോയിട്ടുള്ളതാണ്. അങ്ങനെ ടൈം ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളാണെങ്കിൽ അവിടെ ബുക്ക് ചെയ്ത ടൈമൊക്കെ ഓൾമോസ്റ്റ് കഴിയാനായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ, ഇന്ന് ചെയ്യാൻ പറ്റത്തില്ല, അതിൻ്റെ ഒക്കെ ഒരു ടെൻഷനിലൊക്കെ നിൽക്കുകയാണ് കേട്ടോ. എന്തൊക്കെയായാലും കുറച്ച് നേരം പോസ്റ്റായി നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മഴ ഇപ്പോൾ നിന്നിട്ടുണ്ട്. 5 മിനിറ്റ് നിൽക്കുന്നു, 5 മിനിറ്റ് വരുന്നു. അങ്ങനെയായിട്ടോ മഴ ഉണ്ടായിരുന്നത്. എന്നാലും റെയിൻകോട്ടൊക്കെ ഇട്ടാൽ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഗൈസ് പറയുകയാണെങ്കിൽ ഈ ഒരു ദിവസം ഞാൻ മറക്കൂല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ അമ്പലത്തിലൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുന്നത്. നല്ല ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ.
നമ്മൾ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഭയങ്കര മഴയായിരുന്നു. നമ്മളെ പേടിപ്പെടുത്തുന്ന മഴയും കാറ്റും. നമ്മൾ കുറച്ച് ബൈക്ക് കൂടെ ഉള്ളവരൊക്കെ നമ്മളെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് മുന്നോട്ട് പോകാനും വയ്യ, എന്നാൽ വീട്ടിലോട്ട് തിരിച്ചു വരാനും വയ്യാത്ത അവസ്ഥയായിരുന്നു. എവിടെയും നിർത്താനും വയ്യ, കാരണം മരങ്ങളൊക്കെ വീണുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഭാഗ്യത്തിനാണ് ഞങ്ങൾ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടതെന്ന് വേണം പറയാൻ. അങ്ങനെ നമ്മൾ എന്തായാലും ആഗ്രഹിച്ച് ഇറങ്ങിയല്ല, അങ്ങനെ നമ്മൾ പോയി. അപ്പോൾ പോയത് ദ ഇങ്ക്മാൻ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ടാറ്റു സ്റ്റുഡിയോയിലോട്ടാണ് കേട്ടോ. അതെ ഗൈസ്, ഞാൻ എൻ്റെ ഇക്കൊല്ലത്തെ വിഷ് ലിസ്റ്റിലുള്ളൊരു കാര്യമായിരുന്നു ടാറ്റു ചെയ്യണം എന്നുള്ളത്. സോ ഞാനതങ്ങ് സാധിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ. കാലിക്കറ്റ് സ്റ്റാൻഡിന് പുതിയ ബസ് സ്റ്റാൻഡിന് അടുത്ത് തന്നെയാണ് ദ ഇങ്ക്മാൻസ് ടാറ്റു സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നല്ല സർവീസ് ആയിരുന്നു കേട്ടോ. അവിടെ നമ്മൾ കൊടുക്കുന്ന ക്യാഷിന് വൃത്തിയായിട്ട് ഭയങ്കര ഹൈജീനിക്കായിട്ട് അടിപൊളിയായിട്ട് തന്നെ അവർ ചെയ്തു തരുന്നുണ്ട്. അവിടുത്തെ ആംബിയൻസും കാര്യമൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല അടിപൊളി സോങ്സൊക്കെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ മനസ്സിൽ ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഇത് വല്ല ഇൻഫെക്റ്റഡ് ആവുമോ, എന്നാൽ എന്തെങ്കിലും ഭയങ്കര വേദന ഉണ്ടായിരിക്കുമോ, പല ടെൻഷനായിരുന്നു. എന്നാലും എൻ്റെ ഭയങ്കര ആഗ്രഹമല്ലേ എന്ന് കരുതി. അപ്പോൾ ഞാൻ ആദ്യം കരുതിയേ ഒന്നെങ്കിൽ അപ്പുവിൻ്റെ പേര് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസൈൻ ചെയ്യാമെന്നായിരുന്നു. പക്ഷേ അപ്പു പറഞ്ഞു എന്നാൽ നെയിം അടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും അപ്പും കൂടെ പറഞ്ഞതല്ലേ, ആ ഒരു സ്ഥിതിക്ക് ഞാൻ നെയിം തന്നെ ആയിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പു എന്ന് പറഞ്ഞിട്ടൊരു നെയിമും കൂടെ ഒരു ഹാർട്ടിൻ്റെ സിമ്പിളും ആണ് കേട്ടോ. അങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ ഫേസ് കണ്ടാൽ മനസ്സിലാവും. ഒരേ സമയം സന്തോഷമുണ്ട്, ടെൻഷനും എല്ലാം കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്കും നനഞ്ഞ കോഴിയെ പോലെ ആയിരുന്നു കേട്ടോ. എൻ്റെ മേക്കപ്പൊക്കെ ഓൾമോസ്റ്റ് എല്ലാം പോയിട്ടുണ്ടായിരുന്നു. മഴ കൊണ്ടായിരിക്കില്ല, കാറ്റ് കൊണ്ട് പറന്ന് പോകാനാണ് ചാൻസ്. അത്രയ്ക്ക് കാറ്റായിരുന്നു. പിന്നെ പാൻസും കാര്യമൊക്കെ ഫുൾ കംപ്ലീറ്റ് നനഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതേ നമ്മളകത്ത് കയറി ഇരുന്നിട്ടുണ്ട്. എനിക്ക് എന്തോ ഒരു വെപ്രാളമായിരുന്നു. പക്ഷേ ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ അത്ര വലിയ പെയിനൊന്നും ഇല്ല കേട്ടോ. കൊച്ചു കുട്ടിക്ക് വരെ ചെയ്യാൻ പാകത്തിനുള്ള പെയിനേ ഉണ്ടായിരുന്നുള്ളൂ. പെയിൻ പേടിച്ചിട്ട് നിങ്ങളാരും ടാറ്റു ചെയ്യാണ്ടിരിക്കേണ്ട. പക്ഷെ ചെയ്യുമ്പോൾ നല്ല സ്പോട്ടിൽ, നല്ല റിവ്യൂ ഒക്കെ ഉള്ള സ്പോട്ടിൽ പോയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മുടെ കയ്യിലെ ഹെയറും കാര്യങ്ങളൊക്കെ ഒന്ന് വാക്സ് ചെയ്യും. അതിന് ശേഷമാണ് അവർ ഇത് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ആ ഒരു പ്രൊസീജിയറൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ നെയിം അവിടെ പ്രിൻറ്റ് ചെയ്യാൻ കേട്ടോ. അതിന് ശേഷമാണ് ചെയ്യുക. അപ്പോൾ എനിക്കറിയാം, ഞാൻ ഈ ഒരു ഫീൽഡ്, ഹോസ്പിറ്റാലിറ്റി ഫീൽഡിലുള്ള കാരണം എനിക്കറിയാം ഒരു നീഡിലിൻ്റെ പെയിനൊക്കെ. പക്ഷേ ഇത് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുന്ന പോലെ കംപ്ലീറ്റ് നീഡിൽ കുത്തി ഇറക്കൊന്നുമല്ല. ചെറിയ കുഞ്ഞു കുത്ത് അത്രയേ ഉള്ളൂ കേട്ടോ. ഒരു വൈബ്രേഷൻ രീതിക്കുള്ളൊരു പെയിന് അത്ര മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് വേറെ വലിയ പെയിനൊന്നുമില്ല. പക്ഷേ ഫസ്റ്റ് ടൈം ആയതിൻ്റെ ഒരു ടെൻഷനാണ് നിങ്ങൾ കാണുന്നത്. അതുപോലെ ചില ഏരിയയിൽ പെയിനൊന്നും വരുന്നില്ല, ചിലപ്പോൾ ചെറിയൊരു പെയിൻ തോന്നും, അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ എന്തൊക്കെയായാലും ആൾ നല്ല കമ്പനിയായിരുന്നു. നമ്മളെ നല്ലോണം കംഫർട്ട് ആക്കിയിട്ടാണ് കേട്ടോ പ്രൊസീജിയറൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഫേസ് കണ്ടിട്ട് ആരും ടാറ്റു അടിക്കേണ്ടി നിൽക്കേണ്ട. ഫസ്റ്റ് ടൈം ആയതിൻ്റെയൊക്കെ ഒരു ടെൻഷനും പിന്നെ ചെറിയൊരു നമുക്ക് ഇടയ്ക്കൊരു പെയിൻ തോന്നും, ഇടയ്ക്ക് പെയിൻ നമ്മൾ അറിയേയില്ല കേട്ടോ. ഇടയ്ക്ക് ഞാൻ ഭയങ്കര കൂളായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സംഭവം 10-15 മിനിറ്റ് കൊണ്ട് തന്നെ വേഗം തീർന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ടൈമൊന്നും എടുത്തില്ല. പിന്നെ നമുക്ക് ഡിസൈൻ തീരുമാനിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിരുന്നു കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് പെട്ടെന്ന് തീർന്നു കേട്ടോ. അങ്ങനെ ദേ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതാണ്. ഈ ഒരു സംഭവം റീലിനായിട്ട് എടുത്താണ് കേട്ടോ. ഇങ്ങനെ വൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മളെ ടാറ്റു ചെയ്ത ഡിസൈൻ കാണുന്ന നല്ല ഭംഗിയല്ലേ. അപ്പോൾ ദേ അപ്പു വിത്ത് ഹേർട്ടിൻ്റെ സിമ്പിളാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട റൈറ്റിംഗ് മോഡലും കാര്യങ്ങളൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് ഇഷ്ടപ്പെട്ട സിമ്പിൾസ് നമുക്ക് ആഡ് ഓൺ ചെയ്യാം. എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നമ്മൾ പറയുന്ന പോലെ, പറയുന്ന ലെങ്ത്തിൽ, പറയുന്ന രീതിക്ക് അവർ ചെയ്തു തരും. ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. പക്ഷെ ഇത് കൈ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോൾ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്ന പോലെ തോന്നി. ആ ഒരു മാറ്റം മാത്രമേ എനിക്കുള്ളൂ. അങ്ങനെ ഞാനായാലും അപ്പു ആയാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ വിഷ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ടാറ്റുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ 2-3 പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ടാറ്റു ചെയ്യാൻ. അവരെൻ്റെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു, എൻ്റെ ഫേസിലെ എക്സ്പ്രഷൻസൊക്കെ. അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ ഇറങ്ങാൻ നോക്കി. അപ്പോൾ ഇതിൻ്റെ ബാക്കി ആഫ്റ്റർ കെയറും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2-3 ദിവസം അല്ലെങ്കിൽ 1 വീക്ക് എന്തായാലും നമ്മളതൊന്ന് കെയർ ചെയ്യണം കേട്ടോ, ടാറ്റു. അതൊക്കെ അവർ പറയും. സോ മഴ ആയത് കാരണം നമുക്ക് നന്നായിട്ട് ക്ലിങ് റാപ്പ് ചെയ്തിട്ടാണ് കേട്ടോ അവർ തന്നിട്ടുണ്ടായിരുന്നത്. ടാറ്റു കഴിഞ്ഞൊക്കെ ഇറങ്ങിയപ്പോഴേക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു. നമ്മളോട് 2 മണിക്ക് മുന്നേ എത്താൻ പറഞ്ഞിട്ട് നമ്മൾ 2:45 അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ പറഞ്ഞാൽ മതി നമ്മളാണ് ലേറ്റ് ആയത്. പക്ഷേ മഴ കാരണമായിരുന്നു കേട്ടോ.
അങ്ങനെ എന്തൊക്കെയായാലും ഉടനെ തന്നെ താഴെ മെസ്സിൽ പോയി ഫുഡ് കഴിച്ചു. നല്ല അടിപൊളി ഫുഡായിരുന്നു, നല്ല നാടൻ ഭക്ഷണമായിരുന്നു കേട്ടോ. നമ്മളെ പ്ലാൻ ഇതൊന്നും അല്ലായിരുന്നു, നമുക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി റെസ്റ്റോറൻറ്റിലൊക്കെ പോയി വേറെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാം, കേക്ക് കട്ടിങ് ഇങ്ങനെയൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ ഈ ഒരു കാലാവസ്ഥയുടെ പ്രോബ്ലം അന്ന് ഭയങ്കര സീനായിരുന്നു. അത് കാരണം നമ്മൾ പിന്നെ വേറൊന്നും ആലോചിച്ചില്ല, നേരെ വിശപ്പിനുള്ള ഫുഡ് നേരെ കഴിച്ചു. പക്ഷെ അന്ന് അവിടെ വെച്ച് എൻ്റെ ഫേവറേറ്റ് മെനു എനിക്ക് കിട്ടി. എൻ്റെ കല്ലുമ്മക്കായ റോസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അടിപൊളിയായിരുന്നു, നല്ല വലിയ കല്ലുമ്മക്കായ റോസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു കേട്ടോ. പക്ഷെ എൻ്റെ ഒരു ആഗ്രഹം കൂടി എനിക്ക് സാധിക്കാനുണ്ടെന്ന് ഞാൻ വീഡിയോയിൽ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് എന്താണെന്ന് ഞാൻ ഉടനെ തന്നെ ആ ഒരു കാര്യം ചെയ്യും, അത് അന്നറിയാം കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്കത് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ ഒരു ചെറിയ സങ്കടം എനിക്കുണ്ട്. കാരണം അത്രയും ആശിച്ച് ഞാൻ ഇറങ്ങിയതായിരുന്നു. പക്ഷെ വേറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം കാലാവസ്ഥ അടുത്ത മഴയും കാറ്റും വരുന്ന മുന്നേ നമുക്ക് എങ്ങനെയും വീട് പിടിക്കണം എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ നമ്മൾ വേഗം തന്നെ വണ്ടി കയറി പോവുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് മഴയൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു കാറ്റ് വന്നാൽ മതിയുള്ള മരം എല്ലാം റോഡിലേക്ക് ഇതുപോലെ ചാഞ്ഞ് കിടക്കുകയാണ്. ഞങ്ങളുടെ മുന്നിൽ തന്നെ 1-2 മരം വീണ കാരണം ഞങ്ങൾക്ക് നല്ല പേടിച്ച് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് വന്നിട്ട്. ഇതെൻ്റെ ഫ്രണ്ട് തന്നിട്ടുള്ളതാണ്. പിന്നെ വന്നിട്ട് ഈ 2 കുർത്തി സെറ്റ് വന്നിട്ട് എൻ്റെ കൊളീഗ്സ് 2 പേരും തന്നിട്ടുള്ളതാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പിന്നെ ടാറ്റു ആണ് എൻ്റെയും അതുപോലെ അപ്പൂൻ്റെയും ഗിഫ്റ്റ് വന്നിട്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും തന്ന വിശ്വസിനും സ്നേഹത്തിനൊക്കെ താങ്ക് യു, ഗിഫ്റ്റിനും താങ്ക് യു. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്.